സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ സഖാവ് സ്വരാജേട്ടനെ സംബന്ധിച്ച് പല വിശേഷണങ്ങളും വന്നു. എന്നാൽ ഞാനിവിടെ സ്വരാജേട്ടനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ തീവ്ര ഹിന്ദുത്വ ബ്രാഹ്മണിക്കൽ ഒലിഗാർക്കൽ ഫാസിസ്റ്റ് കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഒരു ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്നാണ്. ആ കൺസെപ്റ്റ് വാസ്തവത്തിൽ അന്റോണിയോ ഗ്രാംഷി എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ ഫാസിസ്റ്റ് തടവറയിൽ അദ്ദേഹത്തിൻ്റെ പ്രിസൺ നോട്ട്ബുക്സ് എന്ന പുസ്തകത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്, അദ്ദേഹത്തിൻ്റെ കൾച്ചറൽ ഹെജിമണി തിയറിയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം സ്വരാജേട്ടൻ കഴിഞ്ഞ കാലഘട്ടങ്ങൾ, ഈ അടുത്ത കാലഘട്ടങ്ങളിലെടുത്ത നിലപാടുകൾ ഒന്നെടുത്ത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് പലസ്തീനിൽ വംശഹത്യ രൂക്ഷമായ സാഹചര്യത്തിൽ ഞങ്ങൾ സൈമൺ ബ്രിട്ടോ റീഡിംഗ് സർക്കിളിൻ്റെ ഭാഗമായിട്ടൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറയുകയാണ്, അതായത് യൂറോപ്പിലെ സാമി കമ്മ്യൂണിറ്റിക്കിടയിൽ, അതായത് അവിടുത്തെ തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കിടയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളും പലസ്തീനിയൻ ജനത നേരിടുന്ന പ്രശ്നങ്ങളും തമ്മിലുള്ള സാഹചര്യങ്ങൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ സാർവദേശീയ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. അമേരിക്കയിലാണെങ്കിലും ഫ്രം ടർട്ടിൽ ഐലൻഡ് ടു പലസ്തീൻ എന്ന് പറയുന്നൊരു മുദ്രാവാക്യം കൊണ്ടുവന്നുകൊണ്ട് ഈ സാർവദേശീയമായ സാമ്രാജ്യത്വത്തിൻ്റെ ചൂഷണത്തെ അവർ വെളിവാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയിൽ വരാത്തത് എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് സഖാവ് സ്വരാജേട്ടൻ്റെ പോസ്റ്റ് വരുന്നത്. അതിലേറ്റവും കൃത്യമായി ഇന്ത്യൻ സാഹചര്യത്തിൽ അടിച്ചമർത്തപ്പെടുന്ന ഏറ്റവും വലിയ അടിച്ചമർത്തൽ ഈ ഹിന്ദുത്വ ഭരണകൂടത്തിൽ നിന്ന്, ഈ നിയോ ഫാസിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് നേരിടുന്ന ദളിത്, ബഹുജൻ, ആദിവാസി ജനവിഭാഗങ്ങളുടെ അവർ നേരിടുന്ന പ്രതിസന്ധികളും ചൂഷണവും പലസ്തീനിയൻ ജനവിഭാഗങ്ങൾ നേരിടുന്ന ചൂഷണവും തമ്മിലുള്ള സാമ്യതകളെ കൊണ്ടുവന്നുകൊണ്ട് ചൂഷണം എന്ന് പറയുന്നത് വംശീയമായ, വർഗപരമായ, മറ്റേതെങ്കിലും തരത്തിലുള്ള നിറത്തിൻ്റെ പേരിലുള്ള ചൂഷണത്തിൻ്റെ സാർവദേശീയ സ്വഭാവത്തെ വെളിവാക്കുകയായിരുന്നു. അത് ഈ നേരത്തെ പറഞ്ഞ ഓർഗാനിക് ഇൻ്റലക്ച്വൽ തിയറി തന്നെയാണ് പിന്നീട് വാസ്തവത്തിൽ നോം ചോംസ്കി വികസിപ്പിച്ചെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്നുള്ളവർ എന്തെങ്കിലും ഒരു ആശയം കൊണ്ടുവന്ന് ജനങ്ങളുടെ മേലങ്ങ് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്, ചിന്തിക്കാനുള്ള ചില സാധ്യതകൾ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടതെന്നുള്ളത്. അത് സ്വരാജേട്ടൻ്റെ ഫേസ്ബുക്ക് വാളിൽ പോയാൽ നമുക്ക് മനസ്സിലാകും. ഇത് 2 3 സെൻറ്റൻസ് ആണ് പലപ്പോഴും. വർത്തമാനകാല ഇന്ത്യയിൽ ഇതല്ലാതെ മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ? ഇതൊരിക്കലും ഒരു നിലപാട് കൊണ്ടെന്ന് അടിച്ചേൽപ്പിക്കുകയല്ല, മറിച്ച് എങ്ങനെ ചിന്തിക്കണമെന്ന് ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കുകയാണ് സഖാവ് സ്വരാജേട്ടൻ എല്ലാ കാലവും ഏത് വിഷയത്തിൻ്റെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമകാലീന ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാസിസ്റ്റ്, നിയോ ഫാസിസ്റ്റ് ദുഷ്പ്രഭുത്വം ഏറിവരുന്ന കാലഘട്ടത്തിൽ ജാതീയതയും വംശീയതയും വർഗീയതയും പോലെയുള്ള വിവേചനങ്ങൾ ശക്തിയാർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിയമസഭയിൽ ഇത്തരത്തിലൊരു ഓർഗാനിക് ഇൻ്റലക്ച്വൽ നിലപാടുകൾ എടുക്കുന്ന സഖാവ് എം സ്വരാജിനെ പോലെയുള്ള ഒരാൾ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ പേരിലും സഖാവ് സൈമൺ ബ്രിട്ടോ വായനക്കൂട്ടത്തിൻ്റെ പേരിലുമുള്ള സഖാവ് സ്വരാജേട്ടന് വിപ്ലവാഭിവാദ്യങ്ങളും വിജയാശംസകളും നേരുന്നു. ഞങ്ങളുടെ പരിമിതിക്കിടയിൽ നിന്നുകൊണ്ടും സൈമൺ ബ്രിട്ടോ റീഡിംഗ് സർക്കിളിന് ഇതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ, ഈ പ്രവർത്തനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് പൂർണ്ണമായും ചെയ്തിരിക്കുമെന്ന് കോർഡിനേറ്റർ എന്ന നിലയിൽ ഉറപ്പ് പറയുന്നു. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.